പൊറുക്കും. ഈ തെറ്റുകളൊന്നും വന്നിട്ടില്ല, കുഞ്ഞാണ്. പലസ്തീനികളിൽ നിന്ന് മരിച്ചു പോകുന്നത് പലരും കുഞ്ഞാണ്. അവർ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് ആഖിറത്തിൽ അല്ലാഹു തആല ഉന്നതമായ പദവികൾ നൽകും. അങ്ങനെ പല കാരണങ്ങളാണ് ഒരാളെ പരീക്ഷിക്കപ്പെടാനെങ്കിൽ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. അങ്ങനെ എല്ലാ സമയവും ഒരാളങ്ങനെ അഹങ്കരിച്ച് നടക്കണമെന്ന് വിചാരിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സഹിച്ചില്ലയോ മക്കം ഫത്ത് ഉണ്ടാകുന്നതിന് മുമ്പ്? അല്ലെങ്കിൽ സ്വന്തം നാടാകുന്ന മക്കയിൽ നിന്ന് മുത്തുനബിയെ പുറത്താക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്വന്തം നാടാകുന്ന മക്കയിൽ ഒളിച്ച് താമസിക്കുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്ന് ഖുറൈശികൾ പറയുന്നു. ഭക്ഷണം കൊടുക്കരുത് എന്ന് പറയുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കാട്ടിൽ പോയി താമസിച്ചുകൊണ്ട് 3 ദിവസക്കാലം പച്ചില മാത്രം ഭക്ഷണിച്ചുകൊണ്ട് അവരുടെ കാഷ്ടത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയുന്നു, ഞങ്ങൾ കാഷ്ടിക്കുന്ന സമയത്ത് ഒരു മൃഗം കാഷ്ടിക്കുന്നത് പോലെ പച്ചില മാത്രം വന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വേദനാജനകമായ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം സഹാബത്തും അല്ലാത്തവരും ചിന്തിക്കാൻ തുടങ്ങിയ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ളവര് അവർ സഹാബത്തല്ലേ, അതേപോലെ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് ഈ ഖുറൈശികൾക്കെതിരായി അല്ലാഹു തആല ഒരു ശിക്ഷ നടപ്പിലാക്കുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തും അല്ലാത്തവരും അന്ന് ചോദിച്ചപ്പോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നു. റബ്ബുക്കൽ ഗഫൂറുർ റഹ്മ, നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, നിങ്ങളുടെ യജമാനനാകുന്ന അല്ലാഹു ഉണ്ടല്ലോ, അവൻ കാരുണ്യവാനാണ്. അവനോട് സമാനമായ നിലക്കുള്ള ഒരു കാരുണ്യവാൻ ലോകത്തില്ല. അവനോളം മറ്റുള്ളവനോട് കൃപ തോന്നുന്ന ഒരാൾ പോലും ലോകത്തില്ല. അവൻ വല്ലാത്ത കാരുണ്യവാനാണ്. ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. ഈ ഖുറൈശികളും അല്ലാത്തവരും ചെയ്ത തെറ്റുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ അവർ ആക്രമിച്ച ആക്രമങ്ങൾക്ക് എതിരായി അല്ലാഹു എങ്ങാനും നിലപാട് എടുക്കുകയാണെങ്കിൽ, നടപടി എടുക്കുകയാണെങ്കിലോ ഒരു നിമിഷ നേരങ്ങളെ കൊണ്ട് ഖുറൈശികളെ മുഴുവൻ പേരെയും അല്ലാഹുവിനെ കൊന്നൊടുക്കാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാവരെയും നശിപ്പിക്കാൻ കഴിയും. എന്നാലും വല്ലവും മൗഇദാ, അല്ലാഹു തആല അവർക്ക് എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ നിശ്ചയിക്കുന്നത്? ലയജിദു മിൻ ദൂനിഹി മൗഇലാ, ഇത്രമാത്രം കഴിവുള്ളവനാണ് അല്ലാഹു എങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ലോകത്തുണ്ടായിരുന്ന പലരെയും അല്ലാഹു തആല അങ്ങ് നശിപ്പിച്ചത് നിമിഷ നേരങ്ങളെ കൊണ്ടാണെങ്കിൽ അല്ലാഹു തആല ചില സമയങ്ങളിൽ ചിലർക്ക് ഒരു സമയം അല്ലാഹു അങ്ങ് നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുഴുവൻ മുൻഗാമികളാകുന്ന പലരെയും അല്ലാഹു തആല നശിപ്പിച്ചത്, ആ നാട് മുഴുവനെയും അല്ലാഹു തആല അങ്ങ് ഹലാക്കാക്കിയത് അവരെന്നെ നാട്ടിലുണ്ടായിരുന്ന നബിമാരെയും അവിടെ തനിയായികളെയും അങ്ങ് ആക്രമിച്ചപ്പോ അല്ലാഹു തആല നിമിഷം തന്നെ അവരെ ഒരാളെയും ആക്രമിച്ചില്ല. ആ നിമിഷം തന്നെ അല്ലാഹു തആല അവരെന്നെ ഹലാക്കാക്കിയില്ല. തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്ത് ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അംബിയാ മുർസലീങ്ങളെ മുഴുവൻ പലരെയും കൊന്നു കളഞ്ഞപ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനെ അങ്ങ് പട്ടിണി കിട്ടപ്പോ അവരെ പലരെയും ഒരു ബഹുമാനവും ഇല്ലാതെ കണ്ട് ആക്രമിച്ചപ്പോ അവരെ ഒരാളെയും അല്ലാഹു തആല നിമിഷം തന്നെ ആക്രമിക്കാതെ അവർക്ക് മുഴുവൻ പേർക്കും അല്ലാഹു തആല ചില സമയങ്ങൾ അങ്ങ് നിശ്ചയിച്ചു കൊടുത്തു. ആ സമയം അങ്ങ് വന്നപ്പോഴേക്കും അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അല്ലാഹു തആല അവരെ മുഴുവൻ പേരെയും അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഖൗമ ലൂത്തിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടാവാം. അല്ലാഹുവിന്റെ റസൂലാകുന്ന ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെ മോശമായ നിലക്ക് ചിത്രീകരിച്ചവരാണ് അവര്. അല്ലാഹുവിന്റെ റസൂലാകുന്ന ലൂത്ത് നബിയുടെ മുമ്പിലേക്ക് മലക്കുകൾ വരുന്നുണ്ടോ, ആ മലക്കുകളെപ്പോലും, ആ മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കുകളെപ്പോലും അവർ വളരെ മോശമായ നിലക്ക് കാണുകയും അവരെ പല മോശത്തരത്തിലേക്കും അവരെ ക്ഷണിക്കുകയും ചെയ്തു. അവസാനം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ മുമ്പിൽ നിന്ന് നീ അയച്ചുപോയ മലക്കുകളെ പോലും ഇവർ വെറുതെ വിടുന്നില്ലല്ലോ. മലക്കുകളാണെന്ന് അറിയാതെ കണ്ട പല തോന്നിവാസങ്ങൾക്കും അവർ ക്ഷണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മലക്കുകൾ പറയുന്നതല്ലയോ നബിയെ, നിങ്ങൾ അങ്ങ് ഈ നാട്ടിൽ നിന്ന് പോവുക, ഈ നാട്ടുകാരെ മുഴുവൻ പേരെയും വർഷങ്ങളായി നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നില്ലയോ, അതുകൊണ്ട് നിങ്ങൾ ഇനി നാട്ടിൽ നിൽക്കണ്ട, ഈ നാട്ടുകാര് നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കൂല, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരു നാട്ടിലേക്ക് അങ്ങ് പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലുണ്ടായിരുന്ന ലൂത്ത് നബിയെയും അവിടെ തനിയായികളെയും വേറെ ഒരു നാട്ടിലേക്ക് അങ്ങ് ബഹുമാനപ്പെട്ട ആ മലക്കുകളങ്ങ് നാട് കടത്തുന്നു. എന്നിട്ട് ഒരൊറ്റ ഒരു രാത്രി കൊണ്ട് രാത്രി എല്ലാവരും അങ്ങ് കിടന്നുറങ്ങുന്നു, ആ നാട്ടിലുള്ള എല്ലാവരും അങ്ങ് കിടന്നുറങ്ങുന്നു. രാവിലെ ആകുമ്പോഴേക്കും അല്ലാഹു തആല ഈ മലക്കുകളിലൂടെ ആ നാട്ടിലുള്ള എല്ലാവരെയും എന്നല്ല നാടിനെ തന്നെ അടിമുടി അങ്ങ് മാറ്റുകയാണ്. ആ നാട്ടിലെ ഏറ്റവും അവസാനത്തെ തട്ടിൽ നിന്ന് ഈ മലക്കുകൾ ആ നാടിനെ അങ്ങ് മറിച്ചിടുന്നു. അങ്ങനെ ആ നാട് മുഴുവനും ചാവേറുകളെ പോലെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും സെക്കൻഡുകളെ കൊണ്ടങ്ങ് ചത്തുടങ്ങുന്നു. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ന് നിങ്ങൾക്ക് അറിയാം, ചാവുകടല്, ഡെത്ത് സീ എന്നറിയപ്പെടുന്ന ചാവുകടല്, അവിടെ പോയാൽ ഉപ്പ് കൂടിയത് കൊണ്ടാണ്, ശാസ്ത്രം പറയുന്ന ഉപ്പ് കൂടിയത് കൊണ്ടാണ് ചാവുകടൽ എന്ന് പറഞ്ഞൊരു കടലുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ആ കടലിനുള്ള പ്രത്യേകത ഫുള്ളും വെള്ളമാണ്. പക്ഷെ ആ വെള്ളത്തിനടിയിലേക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നാൽ താവൂല. അതിൻ്റെ മുകളിൽ കിടന്ന് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കാണാം, അതിൻ്റെ മുകളിൽ കിടന്നും ഇരുന്നൊക്കെ പത്രം വായിക്കലും കളിക്കലൊക്കെ. അതായത് ആ വെള്ളത്തിനൊക്കെ സാന്ദ്രത, ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് മുങ്ങൂല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിൻ്റെ പേര് പോലും ചാവുകടൽ എന്നാണ് ശാസ്ത്രം പറയുന്നതും. ചാവുകടൽ എന്ന് തന്നെയാണ്. എന്താണ് ചാവുകടൽ എന്ന് പറഞ്ഞാൽ? ചത്തൊടുങ്ങിയ കടൽ. എന്നാൽ മലയാളത്തിൽ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിലും ഡെത്ത് സീ എന്ന് അറിയപ്പെടാം. അതായത് ചത്തൊടുങ്ങിയ ഒരു കടലാണത്. ആ കടലിനടിയിലാണ് അവിടെ ഉണ്ടായിരുന്ന ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അക്രമികളെയും അല്ലാഹു തആല കൊന്നൊടുക്കിയത് ഒരൊറ്റ ഒരു രാത്രി കൊണ്ടാണ്. ഇന്ന് നമ്മളൊന്നും അറിയില്ലേ, ഒരുപാട് നാടുകളിൽ അതൊന്നും അവർക്കുള്ള ശിക്ഷയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, നമ്മൾ ആരും അങ്ങനെ പറയുന്നില്ല, പറയേണ്ടതുമില്ല. എന്നാലും എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത തരത്തിൽ അല്ലാഹു തആല ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പരീക്ഷണം കൊടുക്കാം. കൊറോണ വന്നു, നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു തീ പിടിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും എന്തുണ്ടാവുക. അമേരിക്ക എന്ന് പറയുന്ന ഒരു നാട് ഇന്ന് ലോകത്തറിയപ്പെട്ട നാടുകളിൽ ഏറ്റവും എല്ലാ സംവിധാനങ്ങളുമുള്ള നാടാണ്. അതുപോലെ സംവിധാനങ്ങളുള്ള വേറെ ഒരു രാജ്യം ഇന്ന് ലോകത്തില്ല. എന്നിട്ട് പോലും ഒരു തീ അണക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. വെള്ളം കൊണ്ടുപോയി അണക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എയറോപ്ലെയിൻ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്. ഇതെല്ലാം കൊണ്ടുപോകാൻ കഴിയുന്നില്ല. താഴെ എത്രയോ താഴെ ഉണ്ടാകുന്ന ആ തീ അണക്കാൻ, മുകളിൽ നിന്ന് വെള്ളം ഒഴിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരീക്ഷണമാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ്. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ആരും ഒന്നിനും അഹങ്കരിക്കേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. എന്തേ ഇത്ര നല്ല നാട്ടുകാരായിട്ട് അല്ലാഹു തആല അവരെ സഹായിച്ചില്ല? എന്തേ ഇത്രയും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അല്ലാഹു തആല ഇന്നവരെ ശിക്ഷിക്കുന്നില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അല്ലാഹുവിന് സമയമുണ്ട്, അല്ലാഹുവിന് സമയമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തണം. ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആയെ നിങ്ങൾ പേടിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കി, ചെറിയ മക്കളാണ് ഫലസ്തീനികൾ. ആ മക്കൾ ദുആ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം.
ആ ആക്രമിക്കപ്പെട്ട ഫലസ്തീനികളാകുന്ന ചെറിയ മക്കൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ. അപ്പുറത്തിൽ നിന്ന് നമ്മൾ ഇന്നിവിടെ ഒരു പടക്കം പൊട്ടിയാൽ തന്നെ പേടിക്കുന്ന നമ്മൾ അപ്പുറത്തിൽ നിന്ന് ബോംബാണ് വർഷിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടവർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പാടുന്നു, പറയുന്നു. മക്കൾക്കോ ഒരാൾക്ക് പോലും ഒരു സങ്കടമോ ഇല്ല. അവരെങ്ങാനും ആ നാട്ടുകാർ അമേരിക്കയിൽ ഇസ്രായേലിയർക്ക് അടിയറവ് വെക്കുകയാണെങ്കിൽ അവരൊന്നും ചെയ്യൂല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ അവരൊന്നും ചെയ്യൂല. പക്ഷെ അങ്ങനെ നിൽക്കാൻ മനസ്സില്ല ഞങ്ങൾക്ക്. അവരാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യഥാർത്ഥ ഈമാനിന്റെ ഉടമകൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത്തഖു ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആനെ നിങ്ങൾ പേടിക്കണം.